ഇന്നത്തെ ദിവസത്തിൻ്റെ സവിശേഷത കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് മുൻപോട്ട് പോകുന്നു. അത് 9 വർഷം തുടർച്ചയായൊരു ഗവൺമെൻറ് പൂർത്തിയാക്കുന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഈ ഗവൺമെൻറ് ഒരു സ്റ്റേറ്റ്സ്മാൻഷിപ്പിൻ്റെ 9 വർഷങ്ങൾ പ്രകടമാവുകയാണ്. അപ്രതീക്ഷിതമായി വന്ന ദുരന്തങ്ങൾ അതിൽ തകർന്നു പോകുന്നില്ല. നോട്ട് നിരോധനത്തിന് ശേഷമുള്ള സാമ്പത്തിക പ്രതിസന്ധി അതിൻ്റെ കൊടുമുടിയിലെത്തിയ കാലം, GST അപ്രതീക്ഷിതമായി നടപ്പിലാക്കി നമ്മുടെ രാജ്യത്തിൻ്റെ എക്കണോമിക് സിസ്റ്റത്തിൽ വലിയ ആഘാതമുണ്ടായ കാലം, കാർഷിക മേഖലയിൽ വലിയ പ്രതിസന്ധി കേന്ദ്ര നയങ്ങൾ കാരണമുണ്ടായ കാലം, ഇതിനെല്ലാം പുറമെയാണ് കേരളത്തോടുള്ള രാഷ്ട്രീയ വൈരനിര്യാതന ബുദ്ധിയോടുകൂടിയുള്ള സാമ്പത്തിക ഉപരോധം. ഇതിനെല്ലാം അതിജീവിച്ച് ഒരു ഗവൺമെൻറ് അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഉണ്ടാക്കിയ കണ്ണം ചിപ്പിക്കുന്ന മാറ്റം 2 തരത്തിലാണ്. കേരളത്തിൻ്റെ സാമൂഹ്യ പുരോഗതി 57 മുതലുള്ള ഗവൺമെൻറ്റുകൾ നന്നായി ലക്ഷ്യം വയ്ക്കുകയും മുൻപോട്ട് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. അത് നിലനിർത്തിക്കൊണ്ട് തന്നെ ഇപ്പോൾ വീടില്ലാത്ത മുഴുവൻ പേർക്കും വീട്, പൊതുവിദ്യാഭ്യാസ രംഗത്ത് നിങ്ങൾ ആലോചിക്കേണ്ടത്, ഞങ്ങളെല്ലാം ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിരവധി കേസുകൾ കേരളത്തിലെ പള്ളിക്കൂടങ്ങൾ അടച്ചുപൂട്ടുമ്പോഴുള്ളതായിരുന്നു. അപ്പോൾ പള്ളിക്കൂടങ്ങൾ അടച്ചുപൂട്ടാൻ വെച്ചിരുന്ന പള്ളിക്കൂടങ്ങൾ ഹൈടെക്കാക്കി. കേരളത്തിലെ എല്ലാ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും പട്ടണങ്ങളിലും നിങ്ങൾക്ക് കാണാൻ കഴിയും കിഫ്ബിയുടെ ഭാഗമായിട്ടുള്ള അടിസ്ഥാന സൗകര്യ വികസനം. അപ്പോൾ ഈ വികസനമെല്ലാം യാഥാർത്ഥ്യമാക്കി ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയ, അസാധ്യമെന്ന് കരുതിയ ദേശീയപാത, ഗെയിൽ പൈപ്പ്, ഇടമൺ കൊച്ചി പവർ പ്രോജക്റ്റ്, ഇതെല്ലാം യാഥാർത്ഥ്യമാക്കി. നിങ്ങൾ നോക്കൂ, മലയോര ഹൈവേ എന്ന് പറയുന്നൊരു ഹൈവേ ഇന്ന് യാഥാർത്ഥ്യമായി കഴിഞ്ഞു. ആരെങ്കിലും കരുതിയതാണോ? കേരളത്തിൻ്റെ അങ്ങറ്റം മുതൽ ഇങ്ങറ്റം വരെയുള്ള കണക്ടിവിറ്റി. പക്ഷേ യഥാർത്ഥത്തിൽ വിഴിഞ്ഞം യഥാർത്ഥത്തിൽ വേറൊരു ഭരണാധികാരി, വേറൊരു ഗവൺമെൻറ് ആയിരുന്നുവെങ്കിൽ നടക്കുമായിരുന്നു. അവിടെ വെടിവെപ്പുണ്ടാകും, അവിടെ വിമോചന സമരം ഉണ്ടാകും നിങ്ങൾ പ്രചരിപ്പിച്ചവരല്ലേ നിങ്ങൾ? അന്ന് ഇതുപോലെയൊക്കെ ചോദിച്ചില്ലേ? അന്ന് കേരളത്തിൻ്റെ പോലീസും കേരളത്തിൻ്റെ ഗവൺമെൻറ്റും എടുത്ത ഏറ്റവും അവധാനതയുള്ള പെരുമാറ്റം ഒരു രക്തരഹിതമായ ആ പ്രശ്നത്തെ പരിഹരിക്കാൻ സാധിച്ചത്, മുൻപോട്ട് പോകാൻ സാധിച്ചു. ഒരു ഗവൺമെൻറ് വില്ലാണ്. അത് കൂടുതൽ നിക്ഷേപ സൗഹൃദമാക്കി മാറ്റുന്നു. കേരളത്തിൻ്റെ ഉൽപ്പാദന മേഖലയിൽ വലിയ മുന്നോട്ട് പോക്കുണ്ടാക്കുന്നു. നമുക്ക് ഈ പ്രതിസന്ധികൾ, ഞാൻ ആദ്യം പറഞ്ഞ പ്രതിസന്ധികളെല്ലാം ഉള്ളപ്പോഴും മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നു. ഇനിയും കരുത്തോടെ ഒരു ഭരണം കൂടി ഉണ്ടാകട്ടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു.